ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ വാർത്താമണി അടിച്ചിരിക്കുന്നു. വാർത്താമണിയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. റോഷിപാലാണ് നിൽക്കുന്നത്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ വാർത്താമണി മുഴങ്ങിക്കഴിഞ്ഞു. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമാണ് പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റോഷി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് നമുക്കിന്ന് ബ്രേക്ക് ചെയ്യാനുള്ളൊരു പ്രധാന വാർത്ത? അരുൺകുമാർ, തുടർച്ചയായി ഇപ്പോൾ അടുത്ത 2 ദിവസങ്ങളിലായി CPI മുഖപത്രമായ ജനയുഗത്തിൻ്റെ വിമർശനമാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ടിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് ഇന്നും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, നമ്മൾ വായിച്ചതാണ് CPI മുഖപത്രത്തിലെ വിമർശനങ്ങൾ. ADGP നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും മുഖപ്രസംഗം എഴുതുമ്പോൾ LDFിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ CPIയുടെ നിലപാട് അതിലൂടെ തന്നെ വ്യക്തമാണ്. നേരത്തെ അവിടെ LDF സ്ഥാനാർത്ഥിയും CPI നേതാവുമായിരുന്ന VS സുനിൽകുമാർ കൃത്യമായി ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട നിലപാട് ആവർത്തിച്ചതാണ്. ADGP പോലീസ് മേധാവി കൈമാറിയ ആ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി ഇന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഇന്ന് ഇറങ്ങിയ ജനയുഗത്തിൻ്റെ മുഖപ്രസംഗം ഏറ്റവും ഗൗരവമുള്ളതായി കാണണം. കാരണം അതിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങളിലൂടെ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനയുഗം ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത്. ADGPയുടെ റിപ്പോർട്ട് അത് വസ്തുതാപരമല്ലെന്ന കൃത്യമായ വിമർശനമാണ് ഈ മുഖപ്രസംഗത്തിലുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ വിമർശനമുണ്ടായിരുന്നു. ADGPയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അവലോകന യോഗം തലേന്ന് നടന്നു. തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ അലങ്കോലപ്പെടുന്ന ആ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയിൽ ADGP ഉണ്ടായിരുന്നു. ADGPയുടെ പ്രത്യേക പോലീസ് സംഘം, ADGPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് എന്ന ബാഡ്ജ് ധരിച്ച പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു. ആ അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ADGP വിഷയത്തിൽ ഇടപെട്ടില്ല? ഇത്രയും ജൂനിയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമായിരുന്നു അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ക്രമസമാധാന ചുമതല എന്ന സംശയം അതൊരു പൊതുവികാരമാണ്. അത്തരം പൊതുവികാരത്തിനുള്ള ഒരു ഉത്തരം കൂടി ഇതിൽ ഇടപെടൽ ADGPയുടെ അടക്കമുണ്ടായി, അല്ലെങ്കിൽ ബാഹ്യ ഇടപെടൽ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന ഒരു പൊതുവികാരമുണ്ട്. ആ വികാരത്തിനുള്ള കൃത്യമായ സംശയം റിപ്പോർട്ടിലുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ജനകം കുറിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇത്രയും വൈകിയത്, റിപ്പോർട്ട് വൈകിയത് എന്താണെന്ന ചോദ്യം, അതിനുള്ള ഉത്തരവും റിപ്പോർട്ടിലുണ്ടാകും എന്ന്. ADGP വലിയ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് കൃത്യസമയത്ത് റിപ്പോർട്ട് കൈമാറിയില്ല? ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമാണ് റിപ്പോർട്ട് തിരക്കിട്ട് സമർപ്പിച്ചത് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്നും ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചിരുന്നു. ഒന്ന്, ADGPക്കെതിരെയുള്ള കടുത്ത നിലപാടിൽ തന്നെ CPI മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ADGP നൽകിയ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കാനിരിക്കുകയാണ്. ആ സമയത്താണ് ജനയുഗം വീണ്ടും ADGPക്കെതിരെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെതിരെയുള്ള രൂക്ഷ വിമർശനവുമായി എത്തുന്നത്. ഓക്കെ, അതായത് റോഷി ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ മുഖപത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മുഖപത്രത്തിൽ പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ് ഈ ADGPക്ക് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തി തലയൂരാൻ കഴിയുന്നത്, ദേവസ്വങ്ങളെ മാത്രം ഈ കമ്മീഷണറെയും ദേവസ്വത്തിൻ്റെയും മാത്രം ചുമലിലിട്ടുകൊണ്ട് തലയൂരാൻ കഴിയുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പാദത്തിൽ നടന്ന പൂരം കലക്കൽ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനമാണെന്നാണ് പൊതുജന വികാരം. ആ വിശ്വാസം തെറ്റാണെങ്കിൽ ഭദ്രമായ അത് തിരുത്താനുതകുന്ന അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഈ അലങ്കോലമാക്കാൻ ശ്രമിച്ചവരെ വെള്ളപൂശാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വേണം കണക്കാക്കാനെന്ന് പറയുന്നു. മാത്രവുമല്ല, ADGP സ്ട്രൈക്ക് ബാൻഡ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് ധാരാളം പോലീസുകാർ ആ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ADGPയും DGPയും ഒക്കെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തതുമാണ്. ADGPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്വം കേവലം കമ്മീഷണറിലും ദേവസ്വം ബോർഡിലും മാത്രമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ CPI അതിനോട് വിയോജിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെയും ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. എഡിറ്റോറിയൽ വീണ്ടും ഈ ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നു എന്നതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. വളരെ പ്രധാനപ്പെട്ടതാണ്. CPI തുടർച്ചയായിട്ട് മുഖപ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ജനയുഗത്തിലെ ലേഖനങ്ങളിലൂടെയും ഒക്കെ CPMൻ്റെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ് CPMൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇന്നും CPI ആ ആരോപണം ആവർത്തിക്കുക കൂടി ചെയ്യുന്നു. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ കാലതാമസത്തിൻ്റെ കാര്യകാരണങ്ങൾ സ്വാഭാവികമായും റിപ്പോർട്ടിൽ വേണം എന്നുകൂടി പറയുന്നു. മാത്രമല്ല, ഇതിൽ
ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. നിലവിൽ അട്ടിമറിയുണ്ട് എന്നുള്ളൊരു പൊതുസംശയം ശക്തമായിരിക്കുന്നുവെന്നാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത്.